ഹലോ, നമുക്ക് ഓണസദ്യക്കൊരു വിഭവം മാങ്ങ ഇഞ്ചി കൊണ്ട് പുളിയിഞ്ചി ഉണ്ടാക്കുക. അതായത് നമ്മുടെ നാടൻ ഇഞ്ചി കണ്ട ഇതുപോലെയല്ല, ഇതിലും ചെറുതായിരിക്കും. പിന്നെ പ്രത്യേക ഒരു മഞ്ഞ കളറുകളുണ്ട്. അപ്പോൾ പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ടാകും. അങ്ങനെ കുറച്ച് മാങ്ങ ഇഞ്ചി എടുത്ത് ചുരണ്ടി ഒന്ന് മിക്സിയിൽ പതുക്കെ ഒന്ന് അരച്ച്, എന്നിട്ട് അതിൻ്റെ നൂറുണ്ട്, അത് പിഴിഞ്ഞ് കളഞ്ഞ് വെച്ചിരിക്കണതാണ്. പിന്നെ പുളിവെള്ളം, നല്ല വാളംപുളി കുതിർത്തിയത്, ഇച്ചിരി ശർക്കര, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞത്, കടുക് വറുക്കാൻ, പിന്നെ കറിവേപ്പില. ഇത്രയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കേട്ടോ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയാണ്. അപ്പോൾ തേങ്ങ വറുത്തെടുത്ത വെളിച്ചെണ്ണ തന്നെ കുറച്ച് വെളിച്ചെണ്ണയോട് ഒഴിക്കുകയാണ്. ഇതാ കടുകും ഉലുവയിട്ട് പൊട്ടി. ഇനി പച്ചമുളക്, ഉള്ളി, വെളുത്തുള്ളിയൊക്കെ അങ്ങോട്ട് ഇട്ട് മൂപ്പിക്കാം. നമുക്ക് നമ്മൾ സാധാ ഉണ്ടാക്കണ പോലെ തന്നെ. പിന്നെ ഉള്ളിയൊക്കെ നല്ലോണം മൂത്ത്, ഇനി നമുക്കിതിലേക്ക് മാങ്ങേഞ്ചി ചതച്ച് പിഴിഞ്ഞ് ഇട്ട് വഴറ്റിയെടുക്കണം. അങ്ങനെ മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് വരണ്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ പുളിവെള്ളം ഒഴിക്കാം. വാളംപുളി കുതിർത്തിയിട്ട് പുളിയഞ്ചി ഇങ്ങനെ കളകളാ തിളയ്ക്കണോ. ഇനി നമുക്ക് ശർക്കര പാനിയും കൂടെ ഒഴിച്ച് അതിൻ്റെ ഫൈനൽ സ്റ്റേജ്. ഈ ശർക്കരയും പുളിയും കൂടെ, അതായത് മധുരവും പുളിയും കൂടെ തമ്മിലുള്ള ബാലൻസാണ് പുളിയിഞ്ചിയുടെ ഏറ്റവും ടേസ്റ്റ് നൽകുന്നത്. പുളിയും മധുരവും ബാലൻസിൽ നിൽക്കണം. തിളച്ച് കഴിഞ്ഞാൽ ഇത് റെഡിയായി. പിന്നെ ഈ തേങ്ങ വറുത്തത് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. എനിക്ക് ഇടയ്ക്കൊന്ന് കടിക്കാനൊരു ഇഷ്ടം കൊണ്ട് ഞാനത് ചെയ്യണം. എല്ലാവരും ഒന്നും ചെയ്യാറില്ല, ഓരോരുത്തരും ഓരോ രീതിയാണല്ലോ ഉണ്ടാക്കുന്നത്. ഓ, നല്ല ടേസ്റ്റാട്ടോ കൂട്ടുകാരെ. തേങ്ങയുടെ കൊത്തൊക്കെ വറുത്തിട്ട് പുളിയിഞ്ചി നല്ല അടിപൊളിയാക്കണ്ട. എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. ഇച്ചിരി തേങ്ങാക്കത്തോടു കൂടി ഒന്ന് കഴിച്ചാലേ അതിൻ്റെ ടേസ്റ്റ്. ഓ, ഒരു രക്ഷയില്ല മക്കളെ, അടിപൊളി.